നമസ്കാരം. തരുൺ മൂർത്തിയുടെ തുടരും സിനിമയിലെ ലാലേട്ടനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പങ്കുവച്ചിരുന്നു. തുടരും സിനിമ കൊട്ടകകളിൽ ആരവങ്ങൾ ഉയർത്തി കുതിപ്പ് തുടരുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഴ്ത്തപ്പെടുന്നത് പൃഥ്വിരാജ് എന്ന സംവിധായകനും എമ്പുരാൻ എന്ന അദ്ദേഹത്തിൻ്റെ സിനിമയുമാണ്. കലാകാരന്മാരെയും സർഗസൃഷ്ടികളെയും ഏതൊരു ആസ്വാദകനും വിമർശിക്കാം. പൃഥ്വിയും അദ്ദേഹത്തിൻ്റെ സിനിമയും അതിന് അതീതവുമല്ല. പക്ഷേ വിമർശനം എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പൃഥ്വിക്കെതിരെ കൂടുതലും ഇപ്പോൾ നടക്കുന്നത് പരിഹാസവും അപമാനിക്കലും വ്യക്തിഹത്യയുമൊക്കെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ 3-4 വർഷങ്ങളായി നിരാശരായിപ്പോയ ഞാൻ ഉൾപ്പെടെയുള്ള മോഹൻലാൽ ആരാധകരുടെ ആശ്വാസവും ആഹ്ലാദവും ആർപ്പുവിളികളുമാണ് തുടരുമെന്ന സിനിമയുടെ ഈ കുതിപ്പ്. അതിന് ചുക്കാൻ പിടിച്ച അതിൻ്റെ അമരക്കാരൻ തരുൺ മൂർത്തിയുടെ വിജയവും. 2016-ൽ ഒപ്പം, പുലിമുരുകൻ, മുന്തിരിവണ്ടികൾ തളിർക്കുമ്പോൾ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം ലാലേട്ടൻ ഇത്തരമൊരു ഘട്ടത്തിലൂടെ അന്നും കടന്നുപോയിരുന്നു. പിന്നീട് വന്ന സിനിമകളുടെ തുടർ പരാജയങ്ങൾ അവസാനിക്കുന്നത് 2019-ൽ ഇറങ്ങിയ പൃഥ്വിരാജ് സംവിധായകനായി മാറിയ ലൂസിഫർ എന്ന ചിത്രത്തിലൂടെയാണ് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഇന്ന് തരുൺ മൂർത്തിയെയും തുടരും എന്ന സിനിമയും ആഘോഷിക്കുന്നത് പോലെ അന്ന് നമ്മൾ ലൂസിഫർ എന്ന സിനിമയും പൃഥ്വിരാജ് എന്ന സംവിധായകനെയും ഒരുപോലെ വാഴ്ത്തിപ്പാടിയിരുന്നു. ലൂസിഫർ എന്ന സിനിമ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിൽ പുതിയ കണക്കുകൾ എഴുതി ചേർത്തു. അതിനുശേഷം കോവിഡിൻ്റെ പിടിയിൽ നിന്നും വിനോദ വ്യവസായ മേഖല രക്ഷപ്പെട്ടു വരുന്നതിനിടയിലാണ് 2022 ജനുവരി 26-ന് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്രോഡ് ആടി എന്ന ചിത്രം ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്തത്. ഈ ചിത്രവും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമ തന്നെയായിരുന്നു താനും. ഇന്ന് നമ്മൾ തുടരുവിനെയും തരുൺ മൂർത്തിയെയും പോലെ അന്ന് നമ്മൾ ലൂസിഫറിനെയും പൃഥ്വിരാജിനെയും വാഴ്ത്തിപ്പാടി. എമ്പുരാൻ കലാപരമായോ വാണിജ്യപരമായോ പ്രതീക്ഷിക്കത്ത് ഉയർന്നില്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ പരിശോധിച്ച് പരിഹരിച്ചു വരാൻ കെൽപ്പുള്ളവരാണ് അതിൻ്റെ സംവിധായകനും എഴുത്തുകാരനും നിർമ്മാതാവുമൊക്കെ. അതവർ ചെയ്യട്ടെ, മറ്റൊരു ഹിറ്റുമായിട്ട് അവർ വരട്ടെ. അപ്പോഴും നമ്മൾ മനഃപൂർവ്വം പറയാതെ പോകുന്നൊരു വസ്തുതയുണ്ട്. എമ്പുരാൻ എന്ന സിനിമയുടെ ആഗോള വിപണന തന്ത്രം കേരളം എന്ന കൊച്ചിടത്തിൽ നിന്നും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും വിവിധ രാജ്യങ്ങളിലും ഈ സിനിമയെ മാർക്കറ്റ് ചെയ്ത രീതി ഇവിടെ അല്ലെങ്കിൽ ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായിരുന്നു. വലിയ സിനിമകൾ നിർമ്മിക്കാൻ വരും തലമുറയ്ക്ക് പ്രചോദനം തന്നെയാവും എമ്പുരാനും അതിൻ്റെ ഈ മാർക്കറ്റിംഗ് രീതി. ആ വസ്തുത നമ്മളിവിടെ മനഃപൂർവ്വം മറക്കുകയോ കാണാതെ പോവുകയോ ചെയ്യരുത് എന്നാണ് എൻ്റെ പക്ഷം. നോർത്ത് ഇന്ത്യയിൽ കൽക്കി, പുഷ്പ പോലുള്ള സിനിമകൾ വിതരണം ചെയ്ത AA ഫിലിംസ്, കർണാടകയിൽ ഹോംബാല ഫിലിംസ്, ആന്ധ്രയിലും തെലുങ്കാനയിലും ശ്രീ വെങ്കടേശ്വര ഫിലിംസ് തുടങ്ങിയ വലിയ വിതരണക്കാർ, ഇന്ത്യക്ക് പുറത്ത് ഗൾഫ് രാജ്യങ്ങൾ, അമേരിക്ക, ഇംഗ്ലണ്ട്, യൂറോപ്പ്, ഓസ്ട്രേലിയ തുടങ്ങി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ മികച്ച രീതിയിൽ എമ്പുരാൻ എന്ന സിനിമ വിതരണം ചെയ്യപ്പെട്ടു. നിർമ്മാതാവിനോടൊപ്പം പൃഥ്വിരാജ് എന്ന ഫിലിം മേക്കർക്കും ഇതിൽ വലിയ പങ്കുണ്ടായിരുന്നു എന്ന വസ്തുത നമ്മൾ വിസ്മരിക്കരുത്. കലയിലും കച്ചവടത്തിലും കായികത്തിലും എന്നല്ല, ഇടർച്ചകൾ എവിടെയും ആർക്കും ഉണ്ടാവാം. 100 സെഞ്ചുറി നേടിയ സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഒരു കളിയിൽ കുറഞ്ഞ സ്കോറിന് പുറത്തായാൽ നമ്മൾ അയാളെ കുറ്റപ്പെടുന്നു. പക്ഷേ അയാൾ ആരെയും കുറ്റം പറയാതെ അടുത്ത കളിയിൽ അയാളുടെ ബാറ്റ് കൊണ്ട് മറുപടി പറയും. അതുപോലെ പൃഥ്വിയും ഇന്ന് തന്നെ കല്ലെറിയുന്നവരെ കൊണ്ട് തന്നെ നാളെ പുഷ്പവൃഷ്ടികൾ സ്വീകരിക്കപ്പെടട്ടെ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആരും വിമർശനങ്ങൾക്ക് അതീതരല്ല. അത് ക്രിയാത്മകമാവട്ടെ, അല്ലാതെ പരിഹാസവും ആക്രമണങ്ങളും ആവാതിരിക്കട്ടെ. തുടരുമെന്ന സിനിമ ഇപ്പോൾ 100 കോടിയും കവിഞ്ഞ് തിയേറ്ററുകളിൽ പോകുന്നതിനൊരു സന്തോഷം കൂടെ പങ്കുവെച്ചുകൊണ്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആൾക്കാർക്കും അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വർത്തമാനം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.